എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ എല്ലാ ദിവസവും തന്നെ വീടൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി ഇടാറുണ്ട്. മിക്ക ദിവസവും തന്നെ വീട് തുടയ്ക്കാറുമുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും തുടച്ചില്ലെങ്കിലും ഒന്നരാടം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട് തുടയ്ക്കാത്തവർ വളരെ കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും വീട് തുടയ്ക്കാനായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫ്ലോർ ക്ലീനറുകളൊക്കെയാണ് ഉപയോഗിക്കാറ്. ലിക്വിഡ് ഫോമിലുള്ള ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ചാണ് മിക്കവരും തന്നെ വീടൊക്കെ തുടയ്ക്കുന്നത്. പക്ഷേ ഈ ഫ്ലോർ ക്ലീനറിൽ അത്യാവശ്യം കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ടൈൽസിലൊക്കെ ആവും, ടൈൽസിന് അല്ലെങ്കിൽ ഗ്രാനൈറ്റിനൊക്കെ കേട് വരാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ. അതുപോലെ അതൊക്കെ നമ്മുടെ ശരീരത്തിലും എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കഴിവതും നല്ലത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി ഒന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. സാധാരണ ഉപ്പിനേക്കാളും നല്ലത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കല്ലുപ്പിൽ ഒത്തിരി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ട് കല്ലുപ്പ് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല വീട് ക്ലീൻ ആവാനും കല്ലുപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട, ടൈൽസിൽ മഞ്ഞളിൻ്റെ കറയാവോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അര ബക്കറ്റ് വെള്ളത്തിനാണ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് യാതൊരു കറയോ ദോഷമോ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഗുണം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തറയിലൊക്കെ പലപ്പോഴും അണുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് അവർ ഇഴഞ്ഞ് നടക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ശരീരത്തിനുള്ളിലേക്കൊക്കെ അത് എത്താൻ ചാൻസ് ഉണ്ട്, ആ അണുക്കളൊക്കെ. അപ്പോൾ നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മുടെ തറയൊക്കെ എന്നും വൃത്തിയായി കിടക്കും. അപ്പോൾ നമ്മുടെ ഈ മഞ്ഞളിന് അണുക്കളെ നശിപ്പിക്കാനുള്ള വളരെയധികം കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മഞ്ഞൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ മഞ്ഞൾ ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആര്യവേപ്പിൻ്റെ പൊടിയാണ്. അപ്പോൾ ആര്യവേപ്പില ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആര്യവേപ്പിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ആര്യവേപ്പിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റേത് ഇലയാവുമ്പോൾ വെള്ളത്തിൽ നിന്ന് നമ്മൾ ആ ഇലയൊക്കെ എടുത്ത് കളയണം. അല്ല നീരായിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത്ര പ്രശ്നമില്ല. അപ്പോൾ എല്ലാവർക്കും ഫ്രഷ് ആയിട്ടുള്ള ആര്യവേപ്പ് കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ആയുർവേദ മരുന്ന് കടകളിൽ നിന്നൊക്കെ ആര്യവേപ്പിലയുടെ പൊടി വാങ്ങാൻ കിട്ടും. ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആര്യവേപ്പിലേക്ക് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല നമ്മുടെ വീട് നല്ല പോലെ ഫ്രഷ്നെസ് കിട്ടാനും ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ ഈ ആര്യവേപ്പിലയ്ക്ക് കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ആര്യവേപ്പിലയുടെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ അളവിലാണ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കർപ്പൂരമാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ കർപ്പൂരം അറിയാവുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 കർപ്പൂരത്തിൻ്റെ ചെറിയ ബോൾസ് എടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കർപ്പൂരം നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് ജസ്റ്റ് നെരിച്ച് കഴിഞ്ഞാൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. ആ കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കർപ്പൂരത്തിനും ഇതുപോലെ തന്നെ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ കർപ്പൂരത്തിന് നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഉറുമ്പ് പ്രാണികൾ ഇതൊന്നും വരില്ല. അപ്പോൾ മഞ്ഞളും ഉപ്പും കർപ്പൂരവും ആര്യവേപ്പിലയും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അണുക്കൾ അതുപോലെ ഉറുമ്പ് പാറ്റ പല്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വളരെയധികം കുറയും. ഇനി ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീട് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് ഉപയോഗിച്ച് ഒരു 5-8 തവണ ആ മോപ്പ് ഈ വെള്ളത്തിൽ മുക്കുകയും പൊക്കുകയും ചെയ്യുമ്പോൾ ആ കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെയും കല്ലുപ്പിൻ്റെയും ഒക്കെ നന്നായിട്ട് കലങ്ങിയിട്ട് അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞു ചേരും വെള്ളത്തിൽ. അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിച്ച് തറ തുടയ്ക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മോപ്പ് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയിട്ട് അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തുടയ്ക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് മോപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സ്പിൻ മോപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ വെള്ളം പിഴിഞ്ഞ് കളയാം. അതും അല്ലെങ്കിൽ സ്പിൻ മോപ്പിൻ്റെ ആ ബക്കറ്റിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മുടെ ഈ ആര്യവേപ്പിൻ്റെയൊക്കെ മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ അതിൽ തന്നെ വെള്ളം ഒഴിച്ച് ഈ ചേരുവകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപയോഗിച്ച് നമ്മൾ തറ തുടച്ചെടുക്കുകയാണെങ്കിൽ തറ നല്ലപോലെ വൃത്തിയാവും. ഫ്ലോർ ക്ലീനർ ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇത് നാച്ചുറലായിട്ടുള്ളൊരു ക്ലീനറാണ്. ഇത് ഗ്രാനൈറ്റ്, ടൈല്, മാർബിള് എല്ലായിടത്തും തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലീനർ ഒന്ന് പരിചയപ്പെടുത്തുമോ, ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു ക്ലീനറാണ്. അപ്പം ഞാനിപ്പോൾ ഫ്ലോർ ക്ലീനർ ഒന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല. ഇത് ഉപയോഗിച്ചാണ് വീട് ക്ലീൻ ചെയ്യുന്നത്. വീട് നല്ലപോലെ ക്ലീൻ ആവും. മാത്രമല്ല എപ്പോഴും വീട്ടിലൊരു നല്ലൊരു സ്മെല്ലുണ്ടാവും കർപ്പൂരത്തിൻ്റെയൊക്കെ. നിങ്ങൾക്ക് കർപ്പൂരത്തിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ പുൽത്തൈലം ഇതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്താലും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.